ശരത്ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശരത്ത്, നമ്മൾ കണ്ടതാണ് ഇന്നലെ ആ വഴിക്കടവ് സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലായിരുന്നു UDF ആ സംഭവത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ കാണുന്നത് വഴിക്കടവ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും അടക്കമുള്ള CPIM നേതാക്കൾ ഇപ്പോൾ ആ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അപ്പോൾ തന്നെ നമ്മൾക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിവരങ്ങൾ പുതിയതായി വരുന്നുണ്ട്. അതിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ സംഭവം അധികം വൈകാതെ തന്നെ മുഖ്യപ്രതി അടക്കം പോലീസിന്റെ കസ്റ്റഡിയിലായി. പക്ഷേ രാത്രി വൈകി കഴിഞ്ഞപ്പോഴേക്കും UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിവേഗം ഒരു സമരവുമായി രംഗത്തിറങ്ങി. അതായത് റോഡ് ഉപരോധ സമരവും ഒക്കെയായി വന്നു. പക്ഷേ അത് വലിയ തോതിൽ വിമർശന വിധേയമായി. കാരണം ഏറ്റവും ഗുരുതരമായ ആരോപണമൊക്കെ ഉന്നയിച്ച് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ നിർഭാഗ്യകരമായ ഈ സംഭവത്തിൽ അങ്ങനെ ഒരു സമീപനം UDF കാഴ്ചവെച്ചു എന്നുള്ളത് സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്ന നിലയിലേക്ക് ഒരു ആരോപണത്തിലേക്ക് അങ്ങ് മാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഴി തടഞ്ഞ് റോഡ് തടഞ്ഞ് ഒക്കെ അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ, ഉപതെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ, അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് UDF മാറുന്നതാണ് കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശരിയായ തരത്തിൽ അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തു വരണം എന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജും അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ സംസാരിച്ച പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും ഒക്കെ പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. മുഖ്യപ്രതി പിടിയിലായി. അപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആ വീട്ടിലെത്തി അവരോടൊക്കെ സംസാരിക്കുന്ന ഈ നേതാക്കൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോഴാണ് ഞാൻ ഈ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇന്ന് രാവിലെ വന്ന വിവരം, മുഖ്യപ്രതി പിടിയിലായി. വിനീഷ് ഒരു കർഷകനല്ല എന്നും അതുപോലെ തന്നെ ഈ പന്നിമാംസം വേട്ടയാടി പിടിച്ച് അത് വിൽപ്പന നടത്തുന്ന ഒരു നായാട്ട് സംഘമാണെന്നും അതിൽ അയാൾക്കൊപ്പമുള്ള സഹായികളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ മുഖ്യപ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാവിലെ സ്വരാജ് ഈ വിവരമറിഞ്ഞ് LDF സ്ഥാനാർത്ഥി വഴിക്കടവിൽ ഈ 15-കാരൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. അതിനുശേഷം അവരെല്ലാം കണ്ട് അവരെ ആശ്വസിപ്പിച്ച ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഏറെ നേരം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു തരത്തിലും ഒരു സമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും വളരെ ശരിയായി അന്വേഷണം നടത്തി ഇത് കണ്ടെത്തണം. അതിനു മുമ്പ് തന്നെ ഇത് KSEBയുടെ തലയിൽ വെച്ച് കെട്ടാനും അതുപോലെ തന്നെ സർക്കാരിനെ ആക്ഷേപിക്കാനും സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്താനുള്ള ഒരു സമീപനം ഇത്തരം ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ ഏറ്റെടുക്കുന്ന നിർഭാഗ്യകരമായ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി രാവിലെ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ അടക്കം മലയോര മേഖലകളിൽ ഇത്തരം ചില പ്രവണതകളുണ്ട്. 6 മാസത്തിനുള്ളിൽ മുമ്പ് പ്രദേശവാസികൾ സംസാരിക്കാൻ നമ്മൾ കണ്ടതാണ്. 6 മാസം മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇതേപോലെ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ എന്നിട്ടും കോൺഗ്രസ് അത് വളരെ ഗൗരവത്തിൽ എടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ആ വീട്ടിലേക്ക് പോലും കോൺഗ്രസ് നേതാക്കൾ പോയതായി പോലും അറിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാരണം അത് ആ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ UDF ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വാർഡാണ് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഈ പ്രതി ഇത്തരം നിരവധി കുറ്റകൃത്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കുറ്റകൃത്യങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുള്ള ആളാണ്. പോലീസ് അത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പോലീസ് ആ വഴിക്കൊക്കെ അന്വേഷണം മുന്നോട്ട് കൊണ്ട് മുമ്പും ഇതേ രീതിയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ അനധികൃതമായി വൈദ്യുതി ചോർത്തിയെടുത്ത് ഇതുപോലെ പന്നിയും മറ്റും കൊലപ്പെടുത്തി അതിൽ നിന്ന് മാംസം വിൽക്കുന്ന ഈ നായാട്ട് സംഘത്തിൻ്റെ പരിപാടി, അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴും നടന്നത്. അതിനാണ് ഈ 2 കമ്പികൾ ഉപയോഗിച്ച് ഈ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി അനധികൃതമായി എടുത്ത് അത് എന്നിട്ട് മാധ്യമങ്ങളിലാകെ ഈ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് എന്ന രീതിയിലേക്ക്, യഥാർത്ഥത്തിൽ വൈദ്യുതി വേലി എന്നതേ ആയിരുന്നില്ല. ഈ തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വൈദ്യുതി അനധികൃതമായി അല്ലെങ്കിൽ വൈദ്യുതി മോഷണം നടത്തി അങ്ങനെ ചോർത്തിയെടുത്ത് വൈദ്യുതി ഉപയോഗിച്ച് പന്നിയും മറ്റും കൊലപ്പെടുത്താൻ വേണ്ടി 2 കമ്പികൾ ഇട്ടിരുന്നു. അതിലാണ് നിർഭാഗ്യകരമായി ഈ 15-കാരൻ അതിൽ തട്ടിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർക്കും പരിക്കേറ്റു. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഉണ്ടായ സംഭവം. അതിനെ അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ച് ഒരു ആരോപണം ഉന്നയിച്ച് സമര നാടകമൊക്കെ നടത്തി ഒടുവിൽ അതെല്ലാം ഇപ്പോൾ പൊളിയുന്ന നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അയാൾക്ക് ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ പിന്തുണ, അയാൾക്ക് ഏതൊക്കെ തരത്തിലാണ് രാഷ്ട്രീയ സഹകരണം, അതെല്ലാം ഇപ്പോൾ UDFനെ തിരിഞ്ഞു കൊത്തുന്ന നിലയിൽ നിൽക്കുകയാണ്.
അതെല്ലാം വലിയ ചർച്ചയാകുന്ന നിലയിലേക്ക് മാറുന്നു. നേരത്തെ ആ പ്രദേശവാസികൾ സംസാരിച്ചപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടതാണ്. മുമ്പും ഇതേപോലൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അന്ന് എന്നിട്ടും പഞ്ചായത്തോ കോൺഗ്രസോ ഒന്നും അത് കോൺഗ്രസ് പ്രവർത്തകന് അങ്ങനെ മരണം സംഭവിച്ചിട്ട് പോലും അതിനകത്തേക്ക് ഇടപെടാനോ ശ്രദ്ധിക്കാനോ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാട്ടുകാർ ചോദിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഈ വാർഡ് മെമ്പറുടെ പങ്ക് അന്വേഷിക്കണം എന്നാണ്. അതിൻ്റെയൊക്കെ അർത്ഥം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ അറിയുന്ന ആളുകൾ അത് തടയാനോ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനോ ഈ വൈദ്യുതി മോഷണത്തിലൂടെ ഇങ്ങനെയൊക്കെ നടക്കുന്ന വിവരം അറിയിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നതുണ്ട്. അപ്പോൾ പ്രതിയുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നുണ്ട്. അതിലൂടെ ഈ ബന്ധങ്ങൾ ആളുകളുമൊക്കെ ആയിട്ടുള്ള ചങ്ങാത്തം, അതിൽ നിന്ന് ഈ പറയുന്ന നിലയിലേക്കുള്ള പല വിവരങ്ങളും പുറത്തു വരും. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് രാവിലെ MV ഗോവിന്ദൻ മാസ്റ്റർ അതേക്കുറിച്ച് പറഞ്ഞത്. അതോടുകൂടി സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കാടിളക്കി ഇതിനെ സർക്കാരിനെതിരായ ഒരു ആയുധമാക്കി ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റാമെന്ന് ധരിച്ച UDF വളരെയധികം നിശബ്ദരായി മാറുന്ന നേതാക്കൾ നിശബ്ദരായി മാറുന്നതാണ് കണ്ടത്. ഇന്നലെ പറഞ്ഞ ഒരു വാചകം KCB സ്പോൺസേഡ് മർഡർ എന്ന് പറയാനാണ് UDF സ്ഥാനാർത്ഥി ഇവിടെ ശ്രമിച്ചത്. UDF സ്ഥാനാർത്ഥി ആ നിലയിൽ പ്രതികരിക്കുന്നതിൻ്റെ സോഷ്യൽ മീഡിയ കാർഡുകളൊക്കെ പല മാധ്യമങ്ങളുടേതായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വരികയുണ്ടായി. അതുപോലെ ഇത് അപകടമാണ്, ഈ അപകടത്തെക്കുറിച്ച് എന്ന നിലയിൽ മാധ്യമപ്രവർത്തകർ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിക്കുമ്പോൾ ചാമക്കാല അത് പറയാൻ പോലും, ആ വാക്യം പൂർത്തീകരിക്കാൻ പോലും സമ്മതിക്കാതെ ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറാണ് എന്ന നിലയിൽ അലറി വിളിക്കുന്നത് ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണ്. അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്ത് ജ്യോതികുമാർ ചാമക്കാല സുഹൃത്തുക്കളോടൊപ്പം എല്ലാം കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്നത് KCBയെ ആക്ഷേപിച്ചും ആരോപിച്ചുകൊണ്ട് KCB ആണ് ഇതിന് ഉത്തരവാദി എന്ന നിലയിൽ അങ്ങനെ കൊല്ലപ്പെട്ട ഈ 15-കാരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിട്ട ഒരു ചിത്രമുണ്ട്. അതടക്കം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് വലിക്കേണ്ടി വന്നു എന്നതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹീനമായ ഒരു രാഷ്ട്രീയം, ഒരു 15-കാരൻ്റെ മരണം, ആ കുടുംബത്തിൻ്റെ വലിയ നഷ്ടം, അവരുടെ കനത്ത ആഘാതം, അവരുടെ ദുഃഖം, ഈ സാധ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക, ആ ദുഃഖം പങ്കിടുക, അവരെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുക. ഇത്തരം രീതികൾ ഉണ്ട് എങ്കിൽ അതിനെതിരായി ശക്തമായ നടപടികൾ ആരംഭിക്കുക. ഈ കേസ് അന്വേഷണം ശക്തമായി അതിൻ്റെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും വിധത്തിലേക്ക് മുന്നോട്ട് പോകും. ഇതിന് തയ്യാറാകുന്നതിന് പകരം അതിനെ രാഷ്ട്രീയമായ ദുരുപയോഗിക്കാനോ അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കാനോ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രമിക്കുന്നു. ഇതേ കോൺഗ്രസ് 6 മാസം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ ഇതേ മട്ടിൽ കൊല്ലപ്പെട്ടിട്ടും എന്തേ മൗനം പാലിച്ചു? എന്തുകൊണ്ടാണ് UDF വൈസ് ചെയർമാനായിട്ടുള്ള അല്ലെങ്കിൽ UDFൻ്റെ നേതാവ് ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളിൻ്റെ വാർഡിൽ അങ്ങനെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ ഇടപെടാതിരുന്നത് എന്ന വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതി വിനീഷിൻ്റെ രാഷ്ട്രീയം എന്നത് പ്രധാനമാണ്. അയാളുടെ പങ്കാളിത്തവും ചങ്ങാത്തവും എങ്ങനെ എന്നുള്ളതൊക്കെ ഉണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് UDF ഇന്നലെ പറയിപ്പിക്കുന്നത് എന്നതിനർത്ഥം ഇത് പറയേണ്ടി വരുന്നത് UDF ഇന്നലെ അതിൽ എടുത്ത ഒരു തെറ്റായ സമീപനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിനിഷ, UDF നേതാക്കൾ വലിയ മൗനം പാലിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇന്നലെ രാത്രി കണ്ട UDFനെ ഇന്നിപ്പോൾ നിലമ്പൂരിൽ കാണാനില്ല. പക്ഷേ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം എല്ലാവരും നിൽക്കുന്നു, അവിടേക്ക് എല്ലാവരും എത്തുന്നു, അവരെ ആശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റും. അത്ര വലിയ ആഘാതമാണ് ആ കുടുംബത്തിന്, അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിനും അടുത്ത ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള. അനന്തുവിനെ നമുക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം. അനന്തുവിൻ്റെ വീട്ടിലേക്കാണ് നേരത്തെ അല്പം മുമ്പ് നിലമ്പൂരിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും പോയത്. ആ വീട്ടിൽ എത്തിയ കുടുംബവുമായി അവരുമായി സംസാരിക്കുന്നതൊക്കെ കാണാം. അതുപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ അനധികൃതമായി വൈദ്യുതി എടുത്ത് അല്ലെങ്കിൽ വൈദ്യുതി മോഷ്ടിച്ച് ഈ പന്നിയെയും മറ്റും കൊലപ്പെടുത്തി മാംസം വിൽക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ആ പ്രദേശത്തെ നടപടികളുടെയൊക്കെ ചിത്രങ്ങളുമൊക്കെ ദൃശ്യങ്ങളുമൊക്കെ സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. രാവിലെ സച്ചിൻ അവിടെ നിന്ന് നാട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് അവരും ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്തരം സംഘങ്ങൾ, ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ചില രാഷ്ട്രീയ ഒത്താശകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഉത്തരവാദപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ